ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ചാപ്റ്റർ 1 ആണ്, തെർമൽ എഞ്ചിനീയറിങ്ങിലെ. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ്സ്, SI യൂണിറ്റ്സ് എന്താണെന്നും യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് തെർമോഡൈനാമിക് സിസ്റ്റം മുതൽ അങ്ങോട്ട് നോക്കാം. സോ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിസ്റ്റം, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ സിംപ്ലി എന്താണ് സിസ്റ്റം എന്ന് വിളിക്കാം. സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പേസിലുള്ള ഒരു റീജിയൻ, അതല്ലെങ്കിൽ എന്താണ് നമ്മളൊരു പ്രോസസ്സ് ഒക്കർ ചെയ്യുന്ന, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് ഒക്കർ ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പേസിലുള്ള റീജിയൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു റീജിയനിൽ എന്തായിരിക്കണം, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് ഒക്കർ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റഡിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ആ സ്പേസിലുള്ള ഒരു റീജിയൻ, അല്ലെങ്കിൽ എന്താണ് ഒരു സെർട്ടൻ ഒരു ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന ഒരു ഡെഫിനിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സിംപ്ലി സിസ്റ്റം എന്ന് വിളിക്കാം. ദെൻ ഈ സിസ്റ്റം എന്തായിരിക്കും, അത് ഒരു എൻക്ലോസ്ഡ് വിത്ത് എ ബൗണ്ടറി, എന്താണ് സിസ്റ്റത്തിന് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. ആൻഡ് ഈ ബൗണ്ടറിക്ക് പുറത്തുള്ള സാധനം മൊത്തം സ്പേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സറൗണ്ടിങ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു സ്പേസിലെ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തിനാണ്, അപ്പോൾ അവിടെ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്ന ഒരു റീജിയൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളെന്താണ് ആ ഒരു പ്രോസസ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് എന്തുണ്ട്, ബൗണ്ടറി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് മേ ബി മൂവബിൾ ബൗണ്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിക്സഡ് ബൗണ്ടറി ആയിരിക്കും. അപ്പോൾ ഒരു ഫിക്സഡ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സ്പേസിനെ അല്ലെങ്കിൽ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുന്ന പറയുമ്പോൾ അതെന്താണ് ഫിക്സഡ് ആവെന്ന് പറയുമ്പോൾ ഒരു ടാങ്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു മൂവബിൾ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെർട്ടൻ എമൗണ്ട് ഓഫ് വോള്യൂം എന്താണ് ഒരു പൈപ്പിൽ കൂടെ എന്താണ് ഒരു പൈപ്പ് ഫ്ലോനെ നമുക്ക് എന്ത് പറയാം, മൂവബിൾ ബൗണ്ടറി എന്ന് പറയാം. എന്താണ് ഒരു പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ എന്താണ് ഒരു വോള്യൂം ഓഫ് വാട്ടർ, അതായത് സെർട്ടൻ എമൗണ്ട്, ഒരു സെർട്ടൻ വോള്യൂം ഓഫ് വാട്ടർ എന്താണ് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താ, അതിൻ്റെ ബൗണ്ടറി മൂവബിൾ ആണെന്ന്. ഇനി എന്താണ്, സിസ്റ്റത്തിന് തന്നെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് സിസ്റ്റം, 3 ടൈപ്പ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം വരുന്നുണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം വരുന്നുണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എനർജി എക്സ്ചേഞ്ച് അതുപോലെ തന്നെ മാറ്റർ എക്സ്ചേഞ്ച് വിത്ത് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ് സിസ്റ്റം ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് മാസ് ട്രാൻസ്ഫർ അതുപോലെ തന്നെ എനർജി ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ആ സർട്ടൻ സിസ്റ്റത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ ഒരു കംപ്രസർ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ആ ഒരു കംപ്രസറിൽ നിന്ന് ലോ പ്രഷറിലാണ് അതിനകത്തേക്ക് മാറ്റർ എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാസ് എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു എയർ എൻ്റർ ചെയ്യുന്നത്. പിന്നെ എന്താണ് അത് ഹൈ പ്രഷറിലാണ് അതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് വരുന്നത്. സോ എന്താണ് മാസ് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത് എനർജി ഇൻട്രാക്ഷൻ, ഇപ്പോൾ എന്താണ് അതിനകത്തേക്ക് ഹീറ്റ് എനർജി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അടുത്തത് ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എനർജി ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ് മാസ് ട്രാൻസ്ഫർ നടക്കില്ല. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ അതെന്താണ് ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ, അതിനകത്ത് എന്താണ് ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്. എന്താണ് നമ്മളൊരു ഒരു ഫിക്സഡ് മാസ് എന്താണ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനകത്ത് എന്താണ് എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആ ഒരു ഫിക്സഡ് മാസിനെ നമുക്ക് എന്താണ് സിസ്റ്റം എന്ന് വിളിക്കാം. എന്താണ് ഇപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമുക്ക് എന്താണ് ഹീറ്റ് ആഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ആ ഒരു പിസ്റ്റൺ മൂവബിൾ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും, വർക്ക് ചെയ്യുകയും ചെയ്യും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എന്താണ് വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്, അതായത് എനർജി ഇൻട്രാക്ഷൻ ഉണ്ട് വിത്ത് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് through its boundaries, but there is no transfer of mass or no mass interaction is possible. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ഫിക്സഡ് മാസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഓപ്പൺ സിസ്റ്റത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കൺട്രോൾ വോളിയം എന്ന് വിളിക്കാം. സോ എന്താണ് അതിൻ്റെ വോളിയം ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിനകത്തേക്ക് കണ്ടിന്യൂസ്ലി എന്താണ് മാസ് ട്രാൻസ്ഫർ മാത്രമാണ് അവിടെ ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എനർജി ഇൻട്രാക്ഷനും നടക്കുന്നത്, അതായത് വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും നടക്കും. അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. പക്ഷേ എന്താണ് അതിൻ്റെ വോളിയം ഫിക്സഡ് വോളിയം ആയിരിക്കും. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിനെ ഫിക്സഡ് വോളിയം അല്ലെങ്കിൽ കൺട്രോൾ വോളിയം എന്ന് വിളിക്കാം. ദെൻ
ക്ലോസ്ഡ് സിസ്റ്റത്തിനെ നമുക്ക് എന്താണ് ഫിക്സഡ് മാസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ മാസ് എന്ന് വിളിക്കാം. ഇനി വരുന്നതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എനർജി ഇൻട്രാക്ഷൻസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്താണ് മാസ് ഇൻട്രാക്ഷനും ഉണ്ടാവില്ല. അതായത് മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവില്ല, എനർജി ഇൻട്രാക്ഷനും അക്രോസ് ദി ബൗണ്ടറി എന്താണ് പോസിബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ സിസ്റ്റത്തിനെ നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഒരു ഓപ്പൺ സിസ്റ്റം വിത്ത് ഇറ്റ്സ് ബൗണ്ടറി നമുക്ക് വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, യൂണിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റത്തിന് എന്ത് ബൗണ്ടറി ഉണ്ടാവും, ബൗണ്ടറിക്ക് പുറത്തെന്താണ് എല്ലാത്തിനെയും നമ്മളെന്ത് സിസ്റ്റം അല്ലാത്ത എല്ലാത്തിനെയും നമ്മളെന്തെന്ന് വിളിക്കുക, സറൗണ്ടിങ് എന്ന് വിളിക്കും. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്ങിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, യൂണിവേഴ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ എന്താണ് നമ്മളിവിടെ ഐസൊലേറ്റഡ് സിസ്റ്റം പറയുമ്പോൾ എന്താണ് അവിടെ വർക്ക് ട്രാൻസ്ഫർ മീൻസ് എനർജി ഇൻട്രാക്ഷനോ അതേപോലെ തന്നെ എന്താണ് മാസ് ഇൻട്രാക്ഷനോ അക്രോസ് ദി ബൗണ്ടറി പോസിബിൾ അല്ലാത്ത ഒരു സിസ്റ്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കാം. എന്താണ് ഒരു ഓപ്പൺ സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്ങിനെയും കൂടിയിട്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു യൂണിവേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് സിസ്റ്റം എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സിസ്റ്റം വരുന്നുണ്ട്. ഇനി എന്താണ് ഇനി സിസ്റ്റത്തിന് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു സിസ്റ്റം എന്താണ് ഒരു സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കാം. എന്താണ് ഇപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് എന്ത് വെച്ച് ടെമ്പറേച്ചർ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രഷർ ഉപയോഗിക്കാം, ഡെൻസിറ്റി, വോള്യൂം, ഇതൊക്കെ എന്താണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഓൾ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഐഡൻറ്റിഫൈ എ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്, ആ ഒരു സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോപ്പർട്ടീസിനെ, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി എന്താണ് ഈ പ്രോപ്പർട്ടീസിന് എന്താണ് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു തെർമോഡൈനാമിക്സിൽ ഒരുപാട് റിലേറ്റഡ് ടേംസ് വരും, ഒരു സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടേംസ്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് അല്ലാത്തതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ് സിംപ്ലി നമുക്ക് പറയാം എന്താണ് മാറ്ററിൻ്റെ സൈസ് അല്ലാന്നുണ്ടെങ്കിൽ മാസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, മാസ് അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ മാസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ സിസ്റ്റം എന്താണ് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനൊക്കെ നമുക്ക് എന്താ പറയാം, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ അതെന്താണ് എ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഞാനൊരു സിസ്റ്റത്തിന് എം മാസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പോൾ അതിനൊരു വി എന്ന് പറയുന്ന വോള്യം ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ എന്താണ് ആ ഒരു എ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെ A1 A2 എന്ന് പറഞ്ഞിട്ട് എന്താണ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മാസ് M1 ആണ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ മാസ് V1 ആണ്. ദെൻ A2ൻ്റെ മാസ് M2, A2ൻ്റെ വോള്യം V2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ മാസ് എങ്ങനെയായിരിക്കും, ഇറ്റ്സ് എ സം ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം A1 ആൻഡ് A2 ആയിരിക്കും. അതേപോലെ തന്നെ വോള്യം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മാസ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് എ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ മാസ് വരുന്നത് ആ ഒരു സിസ്റ്റത്തിനെ സബ് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ് അതിൻ്റെ മാസിനല്ലാന്നുണ്ടെങ്കിൽ ആ മാസിൻ്റെ സമ്മായിരിക്കും എന്ത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ഗിവൺ സിസ്റ്റം ഈസ് ഡിവൈഡഡ് നോഷണലി ഇൻറ്റു നമ്പർ ഓഫ് പാർട്സ്. അതാണ് നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്, എന്താണ് ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ തന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ നമ്പർ ഓഫ് പാർട്സായി ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ ഡിവൈഡ് ചെയ്ത പോലെ ഡിവൈഡ് ചെയ്ത് വിചാരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് ദ സർട്ടൻ പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം വാസ് വാല്യൂ ഫോർ എൻറ്റയർ സിസ്റ്റം ഈക്വൽ ടു സം ഓഫ് ദെയർ വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ദി സിസ്റ്റം. അതാണ് ഈ ഒരു പാർട്ടിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ സമ്മായിരിക്കും എന്ത് ആ ഒരു സിസ്റ്റത്തിൻ്റെ സർട്ടൻ പ്രോപ്പർട്ടീസ്. ആ സർട്ടൻ പ്രോപ്പർട്ടീസിനെ നമുക്ക് വിളിക്കാം എന്ത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ എന്താണ് ഈ വരുന്ന ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മേ ബി നോട്ടീസ്ഡ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് നോട്ട് ഈക്വൽ ടു സം ഓഫ് ടെമ്പറേച്ചർ ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്സ്
ഓൾസോ ട്രൂ ഫോർ പ്രഷർ, ഡെൻസിറ്റി ഓഫ് ദ സിസ്റ്റം. എന്താണ്, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മാസ്, വോളിയം, അതുപോലെ തന്നെ എന്താ പറയുക ടോട്ടൽ എനർജി, ഇതൊക്കെ എന്താണ് ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താ നോക്കാം. എന്താണ് അത്, മാസ് അതല്ല എന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ സിസ്റ്റത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെയാണ് എന്ത് ഈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. എന്തായിരിക്കും, ആ ഒരു സിസ്റ്റത്തിൻ്റെ മാസിനെയോ സൈസിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല പ്രഷർ ഓഫ് ദ സിസ്റ്റം, അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, അതുപോലെ ഡെൻസിറ്റി ഓഫ് ദ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ V/m ആണ്. സോ ഈ V എന്ന് പറയുന്നത് എന്താണ്, അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീനെയും മാസിൻ്റെയും റേഷ്യോ എന്ന് പറയാം നമുക്കെന്ത്, ആവറേജ് ആണ് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കെന്താണ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ദ കണ്ടീഷൻ ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അറ്റ് എ സ്പെസിഫിക് ടൈം. എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലെ ആ ഒരു സിസ്റ്റത്തിനെ ആ ഒരു അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കെന്താണ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിനെ നമുക്കെന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷനെ നമുക്ക് എന്തെന്ന് വിളിക്കുന്നത്, ഒരു സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം എന്താണ്, നമുക്ക് ഒരു സിസ്റ്റം എന്തായിരിക്കും, അത് കണ്ടിന്യൂസ്ലി എന്താണ് എനർജി ഇൻട്രാക്ഷൻ, അതായത് മാസ് ഇൻട്രാക്ഷനോ വർക്ക് ഇൻട്രാക്ഷനോ ഒക്കെ എന്താണ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം എന്തായിരിക്കും കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇക്വിലിബ്രിയം കണ്ടീഷനെയാണ് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, ഒരു സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് വിളിക്കാം. എക്സാമ്പിളായി പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇപ്പോൾ ഒരു ഗ്യാസ് എന്താണ് ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിനകത്ത് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ അത് എന്താ S1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതിന് നമുക്ക് എന്താ അല്ലെങ്കിൽ SI എന്ന് പറയാം, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയാം. എന്താണ് അതിൻ്റെ വേറെ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു, നമുക്ക് SF എന്ന് വിളിക്കാം. എന്താണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. നമുക്കെന്താണ് ഫസ്റ്റ് പോയിന്റിൽ നമുക്കെന്താ PI VI എന്ന് വിളിക്കാം അതിൻ്റെ പ്രോപ്പർട്ടീസിനെ. ദെൻ ഇവിടെ നമുക്ക് VF ആൻഡ് PF എന്ന് വിളിക്കാം. ഇതെന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു സിസ്റ്റം എന്താണ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് എന്താണ് ആ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ SIയിൽ നിന്ന് SF-ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിന് എന്താണ്, അതിനെ നമുക്ക് ഈ ഒരു റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഇതിനെ നമുക്കൊന്ന് പാത്ത് എന്ന് വിളിക്കാം. അപ്പോൾ പാത്ത് ഓഫ് ചേഞ്ച് ഓഫ് സിസ്റ്റം എന്ന് പറയും സ്റ്റേറ്റ് എന്ന് പറയാം. When a system passes through a continuous series of equilibrium states during change of state, then it is known as path of change of state. When the path is completely specified, it is known as path of process. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റം എന്താണ് ഒരു ചേഞ്ചും ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കണം. അപ്പോൾ എന്താണ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് എന്താണ് വേറൊരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് എന്താണ് ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ വിളിക്കാം, ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഇക്വിലിബ്രിയം, അതായത് S1-ൽ നിന്ന് SF-ലേക്ക് പോയിട്ടുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എന്താണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പാത്ത് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അതായത് എന്താണ് സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പാത്ത് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഇതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാത്തിനെ പാത്ത് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ എന്തെന്ന് വിളിക്കാം, നമുക്ക് പാത്ത് ഓഫ് പ്രോസസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്താണ് ഒരു സിസ്റ്റം എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്, അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് എന്താണ് വേറൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പാത്ത് ഓഫ് ദ സക്സസീവ് സ്റ്റേറ്റ് ത്രൂ വിച്ച് ദ സിസ്റ്റം ഹാസ് പാസ്ഡ്. അപ്പോൾ ആ ഒരു സിസ്റ്റം എന്താണ് പാസ് ചെയ്തിട്ടുള്ള സക്സസീവ് സ്റ്റേറ്റ്സിനെ വിളിക്കുന്ന നമ്മൾ പേരാണ് ദ പാത്ത് ഓഫ് ദ സക്സസീവ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു പാത്തിനെ നമുക്ക് എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്നും കൂടി വിളിക്കാം.
നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിൻ്റെ പാത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, തെർമോഡൈനാമിക് പ്രോസസ് എന്നോ അല്ലെങ്കിൽ സിംപ്ലി പ്രോസസ് എന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് പാത്ത് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് അതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ. നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് ഒരു അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് കണ്ടിന്യൂസ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടെ, അതൊരു സീരീസ് ഓഫ് ഇക്വിലിബ്രിയം പോയിന്റ്സിൽ കൂടെ ട്രാവൽ ചെയ്ത് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിനെ പാത്ത് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റും അതുപോലെ തന്നെ എന്താണ് ഫൈനൽ സ്റ്റേറ്റും എന്താണ് സെയിം ആണെന്നുണ്ടെങ്കിൽ, ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് S1 നിന്ന് S2ലേക്ക് പോയിട്ടുള്ളത് A എന്ന് പറയുന്ന ഒരു പാത്തിലൂടെയാണ്. ഇനി അതെന്താണ് തിരിച്ച് S2ൽ നിന്ന് S1ലേക്ക് വന്നിട്ടുള്ളത് B എന്ന് പറയുന്ന ഒരു പാത്തിലൂടെയാണ്. സോ എന്താണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ S1 A S2 B S1 നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ എന്താണ് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്താണ് സെയിം ആണ്. സോ ഇതെന്താണത് നമുക്ക് എന്താണ് ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്താണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് ഇതിനെ വിളിക്കാൻ പറ്റും. എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സിസ്റ്റം എന്താണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു S1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് S2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ S1 എന്ന് പറയുന്നത് എന്താണ് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്, S2 എന്ന് പറയുന്നതും ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അതായത് ഒരു സിസ്റ്റം എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ആ ഒരു സിസ്റ്റം എന്താണ് ഇൻഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കണം. അപ്പോൾ അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് S1 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്താണ് അതിനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്താണ് അതിൻ്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക എന്തിനാണ്, ആ ഒരു സിസ്റ്റത്തിന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഇഫ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് എന്താണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഒന്നും ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്താ കണ്ടു. അപ്പോൾ എന്താ അതിനകത്ത് നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്താണ് ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിലാണ്, പക്ഷേ എന്താണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഒന്നും എന്താണ് ഇക്വിലിബ്രിയത്തിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് വിളിക്കാം. അതിനെ തന്നെ എന്താണ് നമുക്ക് വിളിക്കുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്ങിൽ നിന്ന് എന്താണ് ഒന്നെങ്കിൽ എനർജി സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങുമായിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്തതെന്ന് വിചാരിക്കുക, റിവേഴ്സ് ചെയ്താലും എന്താണ് അപ്പോൾ അതിനെ റിസ്റ്റോർ ചെയ്യുക, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് അതിനെ റിസ്റ്റോർ ചെയ്യാൻ എന്താണ് പറ്റില്ല. അങ്ങനത്തേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. S1 നിന്ന് S2ലേക്ക് പോകുന്നത് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ഒന്നെങ്കിൽ വർക്ക് എടുത്തിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റ് ഇൻറ്ററാക്ഷൻ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇപ്പോൾ തിരിച്ച് ആ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു എമൗണ്ട് ഓഫ് വർക്ക് ഇൻറ്ററാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു സിസ്റ്റത്തിന് എന്താണ് തിരിച്ച് അതിൻ്റെ എന്താണ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ആ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സിനെയൊക്കെ നമുക്ക് ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇനി എന്നുള്ള ഇക്വിലിബ്രിയം പ്രോസസ്സ് അല്ലെങ്കിൽ ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ് ഓർ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്താണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ മേത്ത് എന്താണ് ഒരു പിസ്റ്റൻ്റെ മേലെ വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ആ ഒരു വെയിറ്റ് എടുത്ത് മാറ്റി വിചാരിക്കും. ഇപ്പോൾ S1 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണത്, മീൻസ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ആ ഒരു വെയിറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ പിസ്റ്റൺ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ചേഞ്ച് എന്താണ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഒക്കർ ചെയ്യും. അപ്പോൾ എന്താണ് എന്നിട്ട് S2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു വിചാരിക്കുക.
അപ്പോൾ നമുക്കെന്താണ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഒന്നും എന്താണ് പറയാം ഇക്വിലിബ്രിയത്തിലല്ല, അല്ലെങ്കിൽ നമുക്കെന്താണ് വെൽ ഡിഫൈൻഡ് അല്ല പറയാം. അപ്പോൾ അതിനെ നമുക്കെന്താണ് നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ആ സെയിം പ്രോസസ്സ് തന്നെ അങ്ങനെ ചെയ്തു, ഇൻഫിനിറ്റ്സ്മിലി സ്ലോ പ്രോസസ്സായിട്ട് ചെയ്തു. അതായത് എന്താണ് ഇപ്പോൾ അതിനകത്തുള്ള ആ ഒരു വെയ്റ്റിനെ നമ്മളെന്താണ് ഇൻഫിനിറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താണ് ഓരോ പാർട്ടും അതിൽ നിന്ന് എടുത്തു മാറ്റി സ്ലോലി എടുത്തു മാറ്റി വിചാരിക്കുക. അപ്പോൾ S1 നിന്ന് എന്ത് സംഭവിക്കും, S2 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് മാറും. അതുപോലെ തന്നെ S3 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് മാറും, S4 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് മാറും, S5ലേക്ക് മാറും. അങ്ങനെ എന്താണ് ഒരു കണ്ടിന്യൂസ്ലി എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ്സിലൂടെ ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഡാഷ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പാത്ത് കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മേലെ എന്താണ് ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത്. ഇങ്ങനത്തെ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ് ആ ഒരു പിസ്റ്റൻ്റെ മേലുള്ള വെയിറ്റ് എടുത്ത് മാറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ചെന്താണ് ആ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഈ ഒരു സിസ്റ്റം എന്താണ് റിവേഴ്സിബിൾ ആയിരിക്കുന്ന പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ എന്താണ് S1 നിന്ന് S2ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് തിരിച്ച് S2 നിന്ന് ആ ഒരു സെയിം പാത്തിലൂടെ തന്നെ എന്താണ് S1 എന്ത് ചെയ്യാം ആ ഒരു സിസ്റ്റത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ടെമ്പറേച്ചർ, അപ്പോൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് എ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹീറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് എ ബോഡി എന്ന് പറയാം. നമുക്ക് എന്താണ് ഇതിന് 2 സ്കെയിൽ വരുന്നുണ്ട് അറിയാം, സെൽഷ്യസ് സ്കെയിൽ വരുന്നുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇനി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0, അതായത് ആബ്സല്യൂട്ട് 0 എന്ന് പറയാം. നമ്മളെന്താണ് ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ആണെന്ത് ടെമ്പറേച്ചർ. ദെൻ അതിനെ നമുക്ക് എന്താണ് തെർമോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഈ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സബ്സ്റ്റൻസിൻ്റെ എന്താണ് ടെമ്പറേച്ചറിന് ഇനി താഴേക്ക് പോകാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയാം ട്രൂ 0 എന്ന് നമുക്ക് പറയാം. നമ്മളെന്താണ് ഈ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് 2 പോയിൻറ്റ്സിന്, അതായത് 2 ഫിക്സഡ് പോയിൻറ്റ്സ് ഉണ്ട്, പ്രഷർ ഫ്രീസിങ് പോയിൻറ്റും അല്ലെങ്കിൽ നമുക്കതിനെ ഐസ് പോയിൻ്റ് എന്ന് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ബോയിലിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാം സ്റ്റീം പോയിൻ്റ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ, അതായത് 100 ഡിവിഷൻ, ഇപ്പോൾ സെൻറ്റിഗ്രേഡ് സ്കെയിലാണെങ്കിൽ അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് 100 ഡിവിഷൻസ് ആണ് ഈ 2 പോയിൻറ്റ്സ്, അതായത് ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും ഫ്രീസിങ് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഐസ് പോയിൻറ്റിൻ്റെയും സ്റ്റീം പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് 100 ഡിവിഷൻസ് ആണ് വരുന്നത്. അതിനെ നമുക്ക് എന്താണ് സെൽഷ്യസ് സ്കെയിലിൽ, അതെല്ലാം ഇപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ 180 ഡിവിഷൻസ് ആണ് ഈ 2 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻസൊക്കെ നമുക്കറിയാം. ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ഏതൊരു മാറ്ററിൻ്റെ എന്താണ് ഒരു ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിന്നാണ് ഇനി താഴേക്ക് പോകാൻ പറ്റില്ല. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ആ ഒരു അബ്സല്യൂട്ട് 0ൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് സ്കെയിലിൽ നമുക്ക് എന്താണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് വിളിക്കുക. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിൻ്റെ അബ്സല്യൂട്ട് സ്കെയിലാണ് കെൽവിൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫാരൻഹീറ്റിൻ്റെ അബ്സല്യൂട്ട് സ്കെയിലാണ് ഡിഗ്രി റാങ്കൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ ഡിഗ്രി റാങ്കൈൻ സ്കെയിലുണ്ട്. അപ്പോൾ അവരുടെ റിലേഷൻ വരുന്ന അറിയാലോ. നമുക്ക് കെൽവിൻ സ്കെയിലാകുമ്പോൾ നമുക്ക് എന്താണ് സെൽഷ്യസിൻ്റെ കൂടെ 273 നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഡിഗ്രി റാങ്കൈൻ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി റാങ്കൈൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് പ്ലസ് 460 ആണ് വരുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ സെൽഷ്യസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കെൽവിൻ എന്താണ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15 അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ 273 മീൻസ് 273 ആണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ വരുന്നത്.
ഇനി ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. അപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് സാറ്റിസ്ഫൈസ് ദി ഫോളോയിങ് റിക്വയർമെന്റ്. അപ്പോൾ എന്താണ്? ഒരു സിസ്റ്റത്തിനെ നമുക്ക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം ഇരിക്കുന്നതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ്? ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലാണ് നമുക്ക് ആ ഒരു സിസ്റ്റം തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് ടു ബി മെക്കാനിക്കൽ ഇക്വിലിബ്രിയം when there is no unbalanced force acting on any part of the system or the system as a whole. അപ്പോൾ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയും തമ്മിൽ എന്തായിരിക്കും? എന്താണ്? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്തായിരിക്കും? സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിസ്റ്റത്തിൽ എന്താണ്? 2 ഡിഫറെൻറ്റ് പാർട്സ് തമ്മിൽ എന്തായിരിക്കും? അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? മെക്കാനിക്കലി അൺബാലൻസ്ഡ് ഫോഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അൺബാലൻസ്ഡ് ഫോഴ്സ് സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിലും അതുപോലെ തന്നെ സിസ്റ്റത്തിലെ 2 പാർട്സ് തമ്മിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. then തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ there is no temperature difference between the parts of system or between the system and surroundings. അപ്പോൾ എന്താണ്? അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ പാർട്സും മീൻസ് സിസ്റ്റത്തിൽ 2 പാർട്സ് അതുപോലെ തന്നെ സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇക്വാലൻസ്, അതായത് സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്? സിസ്റ്റത്തിനകത്ത് 2 പാർട്സ് തമ്മിൽ, അതായത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ്? 2 പാർട്സ് തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലല്ല എന്ന് പറയും. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സെഡ് ടു ബി കെമിക്കൽ ഇക്വിലിബ്രിയം when there is no chemical reaction within the system and also there is no movement of any chemical constant from one part of the system to the other. ഇപ്പോൾ ഇവിടെ എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻസും ഒക്കെ അറിയാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്? കെമിക്കൽ കോൺസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് മൂവ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്താണ്? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെന്താണ്? സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിലും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള 2 പാർട്സ് തമ്മിലും എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവരുത്. അതുപോലെ തന്നെ സിസ്റ്റത്തിൽ 2 പാർട്സ് തമ്മിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവരുത്. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ സിസ്റ്റം ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ. അതാണ് സിസ്റ്റത്തിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഒക്കർ ചെയ്യരുത്. അതുപോലെ തന്നെ എന്താണ്? സിസ്റ്റത്തിലെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ട് ഓഫ് ദി സിസ്റ്റത്തിലേക്ക് എന്താണ്? കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ മൂവ്മെൻറ്റും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിന് എന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇനി എന്താണ്? ഇക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ. നമുക്കറിയാം എന്ത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം നമ്മൾ എന്താണെന്ന് കണ്ടു. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു സിസ്റ്റം എന്താണ്? ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു ഐസ് എടുത്ത് എന്താണ്? ഫ്രീസറിലായിരിക്കുമല്ലോ ഐസ് ഇരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മൾ എന്ത് ചെയ്തു? നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്? അത് ഫ്രീസറിനകത്ത് നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഐസ് എന്ത് ചെയ്യും? കുറേ സമയം കഴിഞ്ഞാൽ വാട്ടറായിട്ട് മാറും. അപ്പോൾ എന്താണ്? അവിടെ ഒരു എനർജി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐസിൻ്റെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറും എന്താണ്? ഈക്വലാവുന്നത് വരെ ആയിരിക്കും എന്ത്? ആ ഒരു പ്രോസസ്സ് ഒക്കെ അറിയുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പോൾ എന്താണ്? ഒരു കപ്പിൽ ചായ എടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോട്ട് ആയിരുന്ന ഒരു സാധനം കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ ഒരു ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനോട് ഈക്വൽ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ട് ബോഡി എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൾഡ് ബോഡിയുമായിട്ട് കോൺടാക്റ്റിൽ വെച്ചെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഈ ഒരു ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. എന്താണ്? ഈ ഒരു 2 ബോഡിയുടെയും ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈക്വൽ ആവുന്നത് വരെ എന്താണ്? ഈ ഒരു പ്രോസസ്സ് ഒക്കെ അറിയാം. അതായത് ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും, കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിനാണ് നമ്മൾ എന്ത്? ഇക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഈ ഒരു പ്രോസസ്സ് ഒക്കെ അറിയുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് വരെ ആയിരിക്കും എന്ത്? 2 ബോഡി എന്താണ്? 2 systems are at equal temperature if no heat transfer between them in thermal contact. എന്താണ്? കോണ്ടാക്റ്റിലുള്ള 2 ബോഡിയിൽ എന്താണ്? ഒരു ഹീറ്റ് ട്രാൻസ്ഫറും ഒക്കെ അറിയുന്നില്ല. അതുപോലെ തന്നെ എന്താണ്? അവരുടെ ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നതിന് പറയുന്നതാണ് ഇക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ. ഇതൊന്ന് പ്രഷറാണ്. അപ്പോൾ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാമെന്നൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഒരു യൂണിറ്റ് ഏരിയയുടെ മേലെ എന്താണ്? അറ്റ്മോസ്ഫറിക് ലിക്വിഡ് കോളം
എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇനി പ്രഷർ മെഷർ ചെയ്യുന്നത്, അപ്പോൾ അതിനകത്ത് അബ്സല്യൂട്ട് പ്രഷർ, ഗോജ് പ്രഷർ, അതുപോലെ തന്നെ എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ കാണുന്നത് എപ്പോഴും എന്തായിരിക്കും, അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെയും ഗോജ് പ്രഷറിൻ്റെയും സമ്മമായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അബ്സല്യൂട്ട് പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെയും വാക്യൂം പ്രഷറിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു എന്താണ്, പി അറ്റ്മോസ്ഫറിക് പ്ലസ് റോ ജി എച്ച് എന്ന് പറയുന്ന ഒരു ഇക്വേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ എപ്പോഴും എന്തായിരിക്കും, ഗോജ് പ്രഷർ ആയിരിക്കും. സോ അതിൻ്റെയും അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെയും സമ്മമായിരിക്കും എന്ത്, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷറിനെ പറയുന്നതാണ് എന്ത്, ആക്ച്വൽ പ്രഷർ എന്ന്. പ്രഷർ മെഷർ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്ത്, ബാരോമീറ്റർ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മാനോമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് വരുന്നത് എന്നാണ്, പാസ്കൽ വരുന്നുണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറയാം. അതുപോലെ തന്നെ ബാർ വരുന്നുണ്ട്. ഇനി അവർ തമ്മിലുള്ള റിലേഷൻ വരുന്നത് 1 ബാർ എന്ന് പറയുന്നത് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 1 ബാർ ഇനി അറ്റ്മോസ്ഫറിക് പ്രഷർ വരുന്നത് 1.013 ആണ്. അത്രയും ബാറാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിന് 760 mm of Hg എന്ന് പറയാം. ഈ റിലേഷൻസൊക്കെ എന്താണ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വരുന്നതാണ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് NTP. എന്താണ് നമുക്ക് STP അറിയാം, ഇനി വരുന്നതാണ് NTP. NTP എന്ന് പറയുമ്പോൾ എന്താണ്, NTP എന്ന് പറയുന്ന പ്രഷറും ടെമ്പറേച്ചർ വരുന്നത് 0°C. അതുപോലെ തന്നെ പ്രഷർ വരുന്നത് 760 mm Hg ആണ് വരുന്നത്. അതിനെയാണ് നമ്മൾ NTP എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് STP ആണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ അവിടുത്തെ ഗ്യാസിൻ്റെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലുള്ള ഒരു പ്രഷറും ടെമ്പറേച്ചറാണ്. അതായത് 15°C എന്താണ് 760 mm Hg ആണ് വരുന്നത്. അതായത് 1.013 ബാറാണ് പ്രഷർ വരുന്നത്. അതിൽ 15°C ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയാം, STP എന്ന് പറയാം. 0°C ആണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം, NTP ആണെന്ന് പറയാം. നമ്മൾ ഇക്വിലിബ്രിയം കണ്ടു. ഇനി വരുന്നത് എനർജി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു. പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്റ്റേറ്റ്, പാത്ത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ദെൻ ഇക്വിലിബ്രിയം. ഇനി വരുന്നതാണ് എനർജി. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എബിലിറ്റി മീൻസ് കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സിസ്റ്റത്തിൻ്റെ എനർജി, അതായത് സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റീനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി 2 തരമുണ്ട്. അതായത് സ്റ്റോർഡ് എനർജി വരുന്നുണ്ട്, ട്രാൻസിറ്റ് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, എനർജി ഇൻ ട്രാൻസിഷൻ എന്ന് വിളിക്കാം നമുക്ക്. അതിനകത്ത് സ്റ്റോർഡ് എനർജി എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എനർജി പ്രോസസ് ബൈ എ സിസ്റ്റം വിത്തിൻ ഇറ്റ്സ് ബൗണ്ടറി. അപ്പോൾ എന്താണ്, ഒരു സിസ്റ്റം അതിൻ്റെ ബൗണ്ടറിക്ക് ഉള്ളിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള എനർജീനെ നമുക്ക് എന്താണ് സ്റ്റോർഡ് എനർജി എന്ന് വിളിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾ പൊട്ടൻഷ്യൽ എനർജി, ഇൻറ്റേർണൽ എനർജി, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി. ദെൻ എനർജി ഇൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് പ്രോസസ്ഡ് ബൈ എ സിസ്റ്റം ഇൻ വിച്ച് ദ capable ഓഫ് ക്രോസിങ് ഇറ്റ്സ് ബൗണ്ടറീസ്. എന്താണ്, ഒരു സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്ന എനർജി എന്താണ്, വിച്ച് ഇസ് capable ഓഫ് ക്രോസിങ് ഇറ്റ്സ് ബൗണ്ടറീസ്. എന്താണ്, അതിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ capable ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എനർജിയാണ് എന്ത്, എനർജി ഇൻ ട്രാൻസിഷൻ, അല്ലെങ്കിൽ എന്താണ് ട്രാൻസിറ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോർഡ് എനർജി എന്ന് പറഞ്ഞാൽ പ്രോസസ് വിത്തിൻ ഇറ്റ്സ് ബൗണ്ടറി, സിസ്റ്റം പ്രോസസ് വിത്തിൻ ഇറ്റ്സ് ബൗണ്ടറി, ആൻഡ് ദി എനർജി ഇൻ ട്രാൻസിഷൻ മീൻസ് ഇപ്പോൾ സിസ്റ്റം പ്രോസസ് എനർജി വിച്ച് ഈസ് capable ഓഫ് ക്രോസിങ് ഇറ്റ്സ് ബൗണ്ടറി. അപ്പോൾ അതിന് എക്സാമ്പിൾ ഹീറ്റ്, വർക്ക്, ഇലക്ട്രിക്കൽ എനർജി ഒക്കെയാണ് എനർജി ഇൻ ട്രാൻസിഷന് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്താണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു സ്റ്റോർഡ് എനർജീനെയൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കുക, അതായത് പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ കൈനറ്റിക് എനർജി, പിന്നെന്താണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം.
പക്ഷെ എന്താണ് ഈ വർക്ക് ഹീറ്റ്, അതായത് എനർജി ഇൻ ട്രാൻസിറ്റ് എന്നുള്ളതിന് എന്താണ് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം എന്ന് പറയില്ല. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ പറഞ്ഞില്ല എനർജി അതുപോലെ പ്രോപ്പർട്ടി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന്. സോ എന്താണ് ഹീറ്റ് വർക്ക് ഇതൊന്നും എന്തുകൊണ്ട് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് എന്താണ് ഒരു ക്വസ്റ്റ്യനാണ്. ഞാനത് എന്താണ് ഈ ഒരു സ്റ്റോർഡ് എനർജീനെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജീസ് എനർജി പ്രോസസ്ഡ് ബൈ എ ബോഡി സിസ്റ്റം ഫോർ ഡൂയിങ് വർക്ക് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ അബവ് ദി ഗ്രൗണ്ടിൽ. അപ്പോൾ എന്താണ് എനർജി നമ്മളെന്താണ് വർക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഒരു സിസ്റ്റത്തിന് എന്താണ് ഡ്യൂ ടു ഇറ്റ്സ് വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഫ്രം ദി ഗ്രൗണ്ടിൽ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എന്താണ് സിസ്റ്റം എന്താണ് എവിടെ ഇരിക്കുന്നതെന്ന്, അതായത് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എന്താണ് വർക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ആ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു എനർജീനെയാണ് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. പിന്നെ കൈനറ്റിക് എനർജി എന്താണ് ഇത് പ്രോസസ് ബൈ എ ബോഡി ഒരു സിസ്റ്റം ഫോർ ഡൂയിങ് വർക്ക് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ എന്താണ് അവിടെ എന്താണ് ബൈ വിർച്യൂ ഓഫ്, അതായത് വിർച്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് കൊണ്ട്, അതായത് ഇപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എന്താണ് മാസിൻ്റെ വെലോസിറ്റിയുടെ വിർച്യൂ കാരണം എന്താണ് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇനി ഇൻറ്റേർണൽ എനർജി ഇറ്റ്സ് എനർജി പ്രോസസ്ഡ് ബൈ എ ബോഡി ഓർ എ സിസ്റ്റം ഡ്യൂ ടു ഇറ്റ്സ് മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് ആൻഡ് മോഷൻ ഓഫ് ദി മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് അവിടെ മാസ് അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മളെപ്പോഴും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും ഡ്യൂ ടു എന്താണ് മൂവ്മെൻ്റ് ആണ് പറയാറ് ഇവിടെ, എന്താണ് ബൈ വിർച്യൂ ഓഫ് ദി മാസ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. then ഇപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ് ഡ്യൂ ടു ഇറ്റ്സ് മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് ആൻഡ് മോഷൻ ഓഫ് ദി മോളിക്യൂൾസ് യൂഷ്വലി റെപ്രസെൻറ്റ് ബൈ യു. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജീനെ പി വെച്ചിട്ടും അതുപോലെ തന്നെ കൈനറ്റിക് എനർജീനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റേർണൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആയിരിക്കും എന്തൊരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഒരു ഇൻറ്റേർണൽ എനർജി തന്നെ എന്തുണ്ട് ട്രാൻസിഷണൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ എന്താ വൈബ്രേഷണൽ എനർജി ഉണ്ട്, റൊട്ടേഷണൽ എനർജി ഒക്കെ വരുന്നുണ്ട്. അതാണ് ഇനി ഹീറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹീറ്റ് എന്താണ്? ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി എനർജി ഓഫ് ഇൻ ട്രാൻസിഷൻ ബൈ വിച്ച് ക്രോസസ് ദി സിസ്റ്റം ബൗണ്ടറി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ്? നമ്മൾ പറഞ്ഞല്ലോ സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്, സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ടെമ്പറേച്ചർ ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ അറിയാം. അപ്പോൾ എന്താണ് ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിഷൻ വിച്ച് ക്രോസസ് ദി സിസ്റ്റം ബൗണ്ടറി ബൈ വെർച്യൂ ഓഫ് എന്താണ് ബൈ വെർച്യൂ ഓഫ് ദി ടെമ്പറേച്ചർ. ഇനി അതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂളാണ്, അല്ലാന്നുണ്ടെങ്കിൽ കിലോ ജൂളിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് ഇനി ഹീറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അപ്പോൾ ഹീറ്റിനെ നമ്മൾ ക്യൂ വെച്ചിട്ടാണ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ അങ്ങനെയാണ് കണ്ടക്ഷൻ, അതുപോലെ തന്നെ കൺവെക്ഷൻ, ദെൻ റേഡിയേഷൻ. ഈ മൂന്ന് ഫോമിൽ നമുക്ക് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ അറിയും. പിന്നെ കണ്ടക്ഷൻ എങ്ങനെ നടക്കുക നോക്കാം. എന്താണ് സോളിഡ്സിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് കണ്ടക്ഷൻ എന്ന് പറയാം. ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ അറിയുന്നത് സോളിഡ്സിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ, അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഫ്ലൂയിഡ്സിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ. റേഡിയേഷൻ അങ്ങനെയാണ് ഇൻ ബിറ്റ്വീൻ എന്താണ് വാക്വത്തിൽ കൂടെ, അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റേഡിയേഷൻ എന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞ എന്താണ് ബൈ വിർച്യൂ ഓഫ് ടെമ്പറേച്ചർ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ അറിയാമെന്ന്. അപ്പോൾ എന്താണ് ഹീറ്റ് എപ്പോഴും എങ്ങനെയാണ് അതായത് ഹൈ ടെമ്പറേച്ചർ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും ലോ ടെമ്പറേച്ചറിലേക്ക് ആയിരിക്കും എന്ത് ഹീറ്റ് ഫ്ലോ ഒക്കെ അറിയുക. എന്താണ് വിർച്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒക്കെ അറിയുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ്റ്റേണൽ വർക്ക് ആഡ് ചെയ്തുകൊണ്ട് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഹീറ്റ് ട്രാൻസ്ഫർ നടത്താം. അതുപോലെ തന്നെ എന്താണ് ഇറ്റ്സ് എ ഫോം ഓഫ് ട്രാൻസിറ്റ് എനർജി വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഓൺലി വെൻ ഇറ്റ് ക്രോസസ് ദി ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഡ്യൂറിങ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. എന്താണ് ഹീറ്റ് എനർജീനെ നമുക്ക് എന്താണ് അത് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു എനർജി എന്താണ് ഇൻ ട്രാൻസിഷൻ ആണ്. സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഹീറ്റ് സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോഴോ പുറത്തേക്ക് പോകുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് സിസ്റ്റത്തിനകത്തേക്കാണ്, അതായത് ഹീറ്റ് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ
അതാണ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ സിസ്റ്റം അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഒന്നും, അതുപോലെ തന്നെ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നെഗറ്റീവായിട്ടാണ് എടുക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ യൂണിറ്റ് ജൂളും അല്ലെങ്കിൽ കിലോ ജൂളാണെന്ന് പറഞ്ഞു. ഇനി സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് അറിയാമല്ലോ. എന്താണ് ഒരു യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് എന്ത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ Q = നമുക്ക് എങ്ങനെ എഴുതാം, MC ∆T എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ മീൻസ് ഇത്രയും കിലോ ജൂൾ. M മാസ് ഓഫ് സബ്സ്റ്റൻസ്, C എന്താണ് സ്പെസിഫിക് ഹീറ്റ് ആണ്. അതുപോലെ തന്നെ ∆T എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം എന്താണ്, സോളിഡ്സ് ലിക്വിഡ് ഡു നോട്ട് ചേഞ്ച് ദ വോളിയം ഓൺ ഹീറ്റിംഗ്, ദെർഫോർ ദേ ഹാവ് ഓൺലി വൺ സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ എന്താണ് സോളിഡ് ബോഡി അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ്സ് എന്താണ് ഹീറ്റ് ആഡ് ചെയ്തതുകൊണ്ട് അവരുടെ വോളിയം ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് എന്താണ് അവർക്കൊക്കെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് നമ്മൾ സീന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മളെന്താണ് ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വരുന്നത് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ അതിൻ്റെ ഒരു വോള്യത്തിനകത്ത് ഡിഫറൻസ് വരും. സോ നമുക്ക് എന്താണ് 2 സ്പെസിഫിക് ഹീറ്റ് വരുന്നുണ്ട്, CP ആൻഡ് CV. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് പ്രഷറും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ത്രൂ ഔട്ട് എന്താണ് തെർമോഡൈനാമിക്സിനകത്ത് നമുക്ക് CP യും CV യും ആവശ്യം വരും. അതുപോലെ തന്നെ ഇനി വരുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ് മാസ്സാണ്, അതായത് 1 കിലോഗ്രാം മാസ് ആയിരിക്കാം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഹീറ്റ് സബ്സ്റ്റൻസ് ഡിഫൈൻഡ് ആസ് എ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഹോൾ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഹോൾ മാസിനെ 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് വിളിക്കാം. വരുന്നത് MC ആണ്. ഏതാണെന്ത് മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓർ ജൂൾസ് ഇക്വലൻ്റ് എന്ന് പറയാം. അപ്പോൾ ജൂൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഒരു സിസ്റ്റം എടുത്തു, അതിനകത്ത് എന്താണ് വർക്ക് ചെയ്തു. അപ്പോൾ എന്താണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഹീറ്റ് ഇൻക്രീസ് ചെയ്തു. ദെൻ എന്താണ് ആ സിസ്റ്റം എടുത്തിട്ട് പിന്നെ അതിനകത്ത് ഹീറ്റ് എന്ത് ചെയ്തു റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൂൾ ചെയ്തു. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു എന്താണ് സ്റ്റിർ ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഹീറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് അതിനെ കണ്ടൻസ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ്, അതായത് വാട്ടറിനകത്ത് സബ്മേഴ്സ് ചെയ്തിട്ടിട്ടാണ്. അപ്പോൾ എന്താണ് ആ ഒരു എമൗണ്ട് ഓഫ്, അതായത് വർക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ഹീറ്റ് എനർജി അതിൽ നിന്ന് എന്താണ് റിമൂവ് ചെയ്യാൻ അപ്പോൾ എന്താണ് ഈ 1 gram ഓഫ് വാട്ടറിന് 1 ഡിഗ്രി സെൽഷ്യസ് എന്താണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടുന്ന എമൗണ്ട് ഓഫ് മെക്കാനിക്കൽ വർക്കിനെയാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മെക്കാനിക്കൽ എനർജീനെയാണ് നമ്മളെന്ന് പറയുന്നത് ജൂൾസ് ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. അതായത് ഈ ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ എന്തിനാ ജൂൾസ് കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ വിളിക്കും. ഇതിൻ്റെ വാല്യൂ വരുന്നത് എന്താണ് 4.18 ജൂൾ പെർ കലോറിയാണ് വരുന്നത്. ഇനി നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം. വർക്ക് എന്താണ്, വർക്കിന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ മെക്കാനിക്സിൽ എന്താണ് വർക്ക് ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ വർക്കിൻ്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്ററാണ് വരുന്നത്. പിന്നെ നമുക്കെന്താണ് ജൂളെന്നും പറയാം. തെർമോഡൈനാമിക്സിനകത്ത് 2 ഡെഫിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓബർട്ടിൻ്റെ ഡെഫിനേഷൻ വരുന്ന വർക്ക് ഡിഫൈൻഡ് ആസ് ദ എനർജി ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ബിക്കോസ് ഓഫ് ദ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഡിഫറൻസ് അതർ ദാൻ ടെമ്പറേച്ചർ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ് വർക്കിനെ ഓബർട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു സിസ്റ്റം സറൗണ്ടിങ്ങിൻ്റെ എന്താണ്
ടെമ്പറേച്ചർ അല്ലാത്തൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് കീനൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത് സെഡ് ടു ബി ഡൺ ബൈ എ സിസ്റ്റം ഡ്യൂറിങ് എ ഗിവൺ ഓപ്പറേഷൻ ഇഫ് ദ സോൾ ഇഫക്റ്റ് ഓഫ് ദ സിസ്റ്റം ഓൺ തിങ്സ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ് ടു ദ റൈസിങ് എ വെയിറ്റ്. അപ്പോൾ എന്താണ്, ഒരു വെയിറ്റ് റൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താണ് നൾ ഇഫക്റ്റ് സോൾ ഇഫക്റ്റ് ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെയിറ്റിനെ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിസ്റ്റം വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണലുള്ള ഏതെങ്കിലും ഒരു വെയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, റൈസ് ചെയ്തിട്ടുണ്ടാവും. അതെങ്കിൽ എന്താണ് ഇങ്ങനെ ഡയറക്റ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ ഫസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നേരത്തെ പറഞ്ഞ ഒരു അതായത് അതർ ടെമ്പറേച്ചർ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഡിഫറൻസ് കാരണം എന്താണ് ഉള്ള എനർജി ട്രാൻസ്ഫർ ആണ് സിസ്റ്റം അക്രോസ് ദി ബൗണ്ടറി എന്താണ് വർക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രിക്കൽ വർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഹീറ്റിനെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് വർക്ക് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കും. അതുപോലെ തന്നെ വർക്ക് എന്താണ് സിസ്റ്റത്തിനകത്തേക്ക് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും, സിസ്റ്റം അതായത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് വർക്കും, സിസ്റ്റത്തിൻ്റെ മേലെ സറൗണ്ടിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, നെഗറ്റീവ് വർക്കെന്ന് വിളിക്കും. അതായത് ഹീറ്റിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഹീറ്റ് ഇൻ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും, ഹീറ്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുള്ള വോളിയം വർക്ക് എന്ന് പറയുന്നത് വോളിയം ആൻഡ് ചേഞ്ച് അഗെയിൻസ്റ്റ് ദ പ്രഷറാണ് വർക്ക് എന്ന് പറയുന്നത്. ഇനി വരുന്നത് പോയിൻറ്റ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ പാത്ത് ഫംഗ്ഷൻ. പോയിൻറ്റ് ഫംഗ്ഷൻ തന്നെ നമുക്കൊന്ന് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഹീറ്റും വർക്കും എന്താണ്, ഹീറ്റിനും വർക്കിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ഇത് എന്താണ് ഹീറ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടിനെ എന്താണ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കുന്നത് പോലെ തന്നെ ഇനി എന്താണ് ഹീറ്റും വർക്കും എന്താണ് ഒരേപോലെ എന്താ പാത്ത് ഫങ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ഹീറ്റും വർക്കും എന്താണ് നമുക്കെന്താണ് സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ഇൻ ട്രാൻസിഷൻ ആണ്, അതെന്താണ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം അല്ല എന്ന് പറഞ്ഞു. അതുപോലെ വർക്കിനും ഹീറ്റിനും ഒരുപാട് എന്താണ് സിമിലാരിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പാത്ത് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താണ് വർക്കും ഹീറ്റും എന്താണ് പാത്ത് ഫങ്ഷൻസ് ആണ്. എന്താണ് ഒരു സിസ്റ്റം S1 നിന്ന് S2 പോയി, പാത്ത് എന്ന് പറയുന്നത് 1 നിന്ന് S1 നിന്ന് S2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഒരു ചേഞ്ച് ഒക്കെ ചെയ്തു. അക്രോസ് ദി പാത്ത് എന്താണ് അലോങ് ദി പാത്ത് എ എന്ന് പറയുന്ന ഒരു പാത്തിലൂടെ പോയി. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് പറയാം എന്ത് S1 to S2 .W = ഇൻറ്റഗ്രൽ നമ്മളെന്താണ് PV ആണ് എന്ത് വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് PdV എന്ന് എടുക്കാം. ഇതാണ് എന്ത് ഇവിടുത്തെ വർക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എന്ത് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ വർക്ക് എന്ന് പറയുന്നതും അതുപോലെ അത് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് W2 - W1 ആയിരിക്കില്ല. അതായത് ഈ പോയിന്റ് S1 പോയിന്റിലെ വർക്കിൻ്റെ S2 പോയിന്റിലെ വർക്കിൻ്റെ ഡിഫറൻസ് ആയിരിക്കില്ല ഒരിക്കലും എന്ത് ഇവരുടെ ഇൻറ്റഗ്രൽ എന്ന് പറയും. ഇതൊരിക്കലും എന്താണ് വർക്ക് ഈ ഒരു പോയിന്റ്, അതായത് S2 എന്ന് പറയുന്ന ഒരു പോയിന്റിലെ വർക്കും S1 എന്ന പോയിന്റിലെ വർക്കിൻ്റെ എന്താണ് ഡിഫറൻസ് ആയിരിക്കില്ല എന്ത് അവരുടെ ഡെൽറ്റ ചേഞ്ചിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, വർക്ക് ഒരു പാത്ത് ഫങ്ഷനാണ്. വർക്ക് എപ്പോഴും എന്താണ് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു പാത്ത് അതായത് S1 നിന്ന് അലോങ് A ആണ് S2 എത്തിയിട്ടുള്ളത്. സോ ഇവിടുത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് ആയിരിക്കില്ല എന്ത് നമ്മൾ വേറൊരു പാത്ത് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കും, B എന്ന് പറയുന്ന ഒരു പാത്ത്. ഈ ഒരു പാത്തിലൂടെ വരുന്ന വർക്കിന് ഇക്വലൻ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ തന്നെയാണ് എന്ത് ഹീറ്റും വരുന്നത്. ഈ ഹീറ്റും എന്താണ് ഒരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണ്.
അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഡി എഫ് ഓഫ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം F2 മൈനസ് F1 ആണെന്ന് പറയാം. പക്ഷെ എന്താണ് ഈ ഒരു കേസിൽ അത് പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഇവരെ ഈ വർക്കിനെയും അതുപോലെ തന്നെ നമ്മൾ ഹീറ്റിനെ എടുക്കുന്നത് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് ആയിട്ടാണ്. അപ്പോഴും നമ്മൾ എന്താണ് ഇപ്പോൾ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ എന്തായിരിക്കും ഒരു ബാറും കൂടി ഇട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും ഹീറ്റും വർക്കിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഹീറ്റിനെ നമുക്ക് എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡി ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഡി എസ് എന്ന് പറയാം. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടി ഡി എസ് എന്ന് എഴുതാം. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താണ് ഏരിയ അണ്ടർ ദ ടി എസ് പ്ലോട്ടിലെ ഗ്രാഫിൻ്റെ എന്താണ് ഏരിയയാണ്, അല്ലെങ്കിൽ ആ ഒരു കർവിൻ്റെ അണ്ടറിലെ ഏരിയയാണ് എന്ത് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ എന്താണ് പറയുക ഹീറ്റ് റിജക്ഷൻ വരുന്നത്. അതെന്താണ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആണ്, നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദി ഫംഗ്ഷൻ. പിന്നെ അതല്ല പോയിന്റ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് പാത്ത് ഫങ്ഷൻസ് ആണ്. ഇവിടെ ഈ ഹീറ്റും വർക്കിനെ പാത്ത് ഫങ്ഷനാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി പോയിന്റ് ഫങ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ വോളിയം ടെമ്പറേച്ചറൊക്കെ എന്താണ് പോയിന്റ് ഫങ്ഷൻസ് ആണ്. ഇനി ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും കമ്പാരിസൺ ആണ് വരുന്നത്. അപ്പോൾ ഹീറ്റും ഇതും തമ്മിൽ എന്താണ് ഒരുപാട് സിമിലാരിറ്റീസ്, ഹീറ്റും വർക്കും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ ബോത്ത് ട്രാൻസിയൻറ്റ് ഫിനോമിന. ദേ ഡു നോട്ട് പോസസ് ഹീറ്റ് വർക്ക് വെൻ ദ സിസ്റ്റം അണ്ടർഗോ ചേഞ്ച്. ഹീറ്റ് ട്രാൻസ്ഫർ വർക്ക് ഡൺ മേ ഒക്ക്. ഇത് രണ്ടും എന്താണ് ട്രാൻസിയൻറ്റ് ഫിനോമിനൻസ്. അതായത് എന്താണ് എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ഇൻ ട്രാൻസിയൻ്റ് ആണെന്ന് നമുക്ക് പറയാം. എന്താണ് സിസ്റ്റം ഒരിക്കലും വർക്കോ അല്ലെങ്കിൽ ഹീറ്റോ പ്രോസസ് ചെയ്യുന്നില്ല. ദേ മേ ഒക്ക് വെൻ ദ സിസ്റ്റം undergoes a change. Then the heat and work are boundary phenomena. They are observed at the boundary of the system. അതെന്താണ് ഇത് രണ്ടും ബൗണ്ടറി ഫിനോമിനൻസ് ആണ്, അവിടെ ബൗണ്ടറിയിലാണ് ഒബ്സർവ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഹീറ്റും വർക്ക് എന്താണ് റെപ്രസെൻറ്റ് എനർജി ക്രോസിംഗ് ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ദെൻ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫങ്ഷൻ, ഹെൻസ് ദേ ആർ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ. ദേ ആർ റിട്ടൺ ആസ് ഡോ ക്യൂ ഓർ ഡോ ഡബ്ല്യു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പവർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ വർക്ക് ഡൺ പെർ ടൈം. എന്താണ് വർക്ക് ഡൺ ബൈ ടൈമാണ് പവർ വരുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്താണ് ജൂൾ പെർ സെക്കൻഡോ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ വരുന്നത് ടി ഒമേഗ അല്ലെങ്കിൽ 2.T/60 വരുന്നുണ്ട്. വരുന്നത് എഫിഷ്യൻസി ആണ് പവർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ പവർ ഇൻപുട്ടാണ് വരുന്നത്. ഇനി ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിനകത്ത് 0th ലോ വരുന്നുണ്ട്, ഫസ്റ്റ് ലോ. ഈ ഒരു ചാപ്റ്ററിനകത്ത് 0th ലോയും ഫസ്റ്റ് ലോയും ഉള്ളൂ. അതുപോലെ സെക്കൻഡ് ലോ വരുന്നുണ്ട്, പിന്നെ എന്താണ് തേർഡ് ലോ വരുന്നുണ്ട്. അപ്പോൾ 0th ലോ എന്താണെന്ന് നോക്കാം. When two systems are each in the thermal equilibrium with a third system, then the two systems are also in thermal equilibrium with one another. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എക്സും വൈ എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം സെഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ തന്നെ സെഡ് എന്ന് പറയുന്ന സിസ്റ്റം വൈ എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. സെപ്പറേറ്റ്ലി ആണ് എന്ത് ഇക്വിലിബ്രിയത്തിലുള്ളത്. അതായത് എക്സ് എന്ന് പറയുന്ന സിസ്റ്റം സെഡുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന സിസ്റ്റം സെഡുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് എക്സും വൈയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എന്താണ് 0th ലോ പറയുന്നത്. ഈ 0th ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഡിവൈസസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇനി വരുന്നത് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോനെ നമ്മൾ എന്ത് പറയും എനർജി കൺസർവേഷൻ എന്ന് പറയാം.
അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടിബിൾ. According to this law, closed system undergo thermodynamic cycle. The net heat transfer is equal to net work transfer. In other words, എന്താണ് ഒരു സിസ്റ്റം എന്താണ് സൈക്ലിക് പ്രോസസ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ് നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക സം ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു സം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് സം ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഈക്വൽ ടു സം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് ഹീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് ചേഞ്ച് ഇൻ വർക്ക് എന്ന് നമുക്ക് പറയാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇപ്പോൾ മ്യൂച്വലി കൺവേർട്ടിബിൾ ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടുത്തത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് though it can be transformed one form to another. But then according to this law, a system undergo change of state, then both the heat transfer work transfer takes place. The net energy transfer is stored within the system is known as stored energy or total energy of the system. എന്താണ് ഒരു സിസ്റ്റം അവിടെ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഒരു സിസ്റ്റം എന്താണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. S1 നിന്ന് S2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. അതെന്താ പറയുന്നത് അപ്പോൾ അതിനകത്ത് ഡോ ക്യൂ മൈനസ് ഡോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഡി ഇ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് കൺവേർഷൻ നടക്കുക. അതായത് ഒരു സിസ്റ്റം ചേഞ്ച് നടക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന സിസ്റ്റം എന്താണ് ചേഞ്ച് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുക. അതിനകത്ത് എന്താണ് ബോത്ത് വർക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നെറ്റ് എനർജി എന്തായിരിക്കും സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം ഓർ ദി ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം. ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ടോട്ടൽ എനർജി എന്തായിരിക്കും അവർ സിസ്റ്റത്തിനകത്ത് സ്റ്റോർഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. സോ ഇതിനെ ഇവിടെ നമ്മൾ പറഞ്ഞ ഡോ യൂസ് ചെയ്യുന്നത് ഇൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ടാണ്. ആൻഡ് ഡി യൂസ് ചെയ്യുന്നത് എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട്. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇൻറ്റഗ്രൽ E2 - E1 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ Q12 അല്ലെങ്കിൽ W12 ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു വ്യത്യാസം, അതായത് ഇങ്ങനത്തെ ഒരു കേസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇൻ എക്സാക്ട് ഡിഫറൻഷ്യലാണ് പ്രൂവ് ചെയ്യാനൊക്കെ വരും. നമുക്ക് എന്താണ് ക്യൂ മീൻസ് ടെമ്പറേച്ചർ ഹീറ്റും അതുപോലെ തന്നെ വർക്കും എന്താണ് പ്രോപ്പർട്ടി സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല, പക്ഷേ എന്താണ് ഈ എനർജി എന്ന് പറയുന്നത് എന്താണ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആണ്. എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി. നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ അതായത് എന്താണ് ഡോ ക്യൂ മൈനസ് ഡോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഡി ഇ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക ഓൺ ഇൻറ്റഗ്രേറ്റ്, നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറ് എന്താണ് ഡി, ഇതാണ് നമ്മൾ ഈ ഒരു ഹീറ്റിനും വർക്കിനും യൂസ് ചെയ്യുക. അതുപോലെ സാധാ ഡി ആണ് എന്തിന് എനർജി അല്ലെങ്കിൽ എന്താ പറയുക എക്സാക്ട് ഡിഫറൻഷ്യലിന് യൂസ് ചെയ്യുക. സോ നമുക്ക് ഇത് എന്ത് വരും Q12 മൈനസ് W12 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും നമുക്ക് E2 - E1 എന്ന് വരും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ ഇതെന്താണ് ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അതുപോലെ തന്നെ E2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് 2, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെ എന്താണ് ഇത് പാത്ത് ഫംഗ്ഷനാണ്. സോ ഇതൊക്കെ എന്താണ് പോയിന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ സ്റ്റേറ്റ് 2-ലുള്ള എന്താണ് എനർജിയുടെ വാല്യൂ ആണ് E2 എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ് 1-ലെ എനർജിയുടെ വാല്യൂ ആണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ എന്താണ് അറ്റ് ദ സ്റ്റേറ്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദേ ആർ ഓൾ പാത്ത് ഫംഗ്ഷൻസ്. സോ നമുക്ക് എന്താണ് ഇതിനകത്തുള്ള ഈ എനർജീനെ നമുക്ക് എങ്ങനെ എഴുതാം, എനർജി അറ്റ് ഈച്ച് സ്റ്റേറ്റ് ആസ് സം ഓഫ് ഇൻറ്റേർണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ നമുക്ക് എങ്ങനെയാണ് P2 പ്ലസ് KE2 പ്ലസ് U2 മൈനസ് PE1 പ്ലസ് KE1 പ്ലസ് U1 അങ്ങനെ എഴുതാം. അപ്പോൾ ഇത് ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നൊരു ഫോർമുലയാണ് ഇത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊക്കെ എന്താണ് എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ PE2 - PE1 എന്ന് എഴുതാം. അതുപോലെ തന്നെ KE2 - KE1 എന്ന് എഴുതാം. പ്ലസ് U2 - U1 എന്ന് എഴുതാം. സോ ഇപ്പോൾ അവരുടെ ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് mgz എന്ന് എഴുതാം.
സോ നമുക്ക് എന്താണ് എം ജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ Z2 മൈനസ് Z1 പ്ലസ് പിന്നെന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഹാഫും അതായത് m/2 നമുക്ക് പുറത്ത് എഴുതാം. m/2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് എന്താണ് U2 മൈനസ് U1 ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ തന്നെ യൂണിറ്റ് മാസിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? Q മൈനസ് W12 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? is equal to G Z2 minus Z1 plus half V2 square minus V1 square plus small U2 minus U1 എന്ന് എഴുതാം. എന്തിനാണ്? ഫോർ യൂണിറ്റ് മാസിനാണ്. ഇനി ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നോക്കാം. അപ്പോൾ എന്താണ് വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്താണ് 0 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PE2 മൈനസ് PE1 ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് Q12 മൈനസ് W12 ഈസ് ഈക്വൽ ടു എന്താണ് K2 മൈനസ് K1 പ്ലസ് U2 മൈനസ് U1 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി and there is no flow of mass into or out of the system. അപ്പോൾ എന്താണ് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, അതുപോലെ തന്നെ മാസ് ഫ്ലോ ഇല്ല. അതുപോലെ അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതും കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ചേഞ്ച്, അതായത് ഹീറ്റിൻ്റെ വർക്കിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മാത്രമായിരിക്കും. നമുക്ക് പറയാം എന്ത് ദ ക്ലോസ്ഡ് ഓർ നോൺ ഫ്ലോ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയാം വെൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആർ 0. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി മാത്രം 0 ആവുന്ന സിസ്റ്റം നമുക്ക് പറയാം എന്താണ് ഡാറ്റം ലെവൽ സെയിം ആണെന്ന് പറയാം. ഇനിയിപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനകത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും ഉണ്ടാവില്ല. ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമല്ല, അതായത് എനർജി ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും ഉണ്ടാവില്ല. സോ നമുക്ക് എന്താണ് ആ ഒരു കേസിൽ ഈ ഒരു സൈഡ് 0 ആയിരിക്കും, അതായത് Q12 മൈനസ് W12 എന്നുള്ള 0 ആയിരിക്കും. അപ്പോൾ എന്തുണ്ടാവുള്ളൂ U2 E2 മൈനസ് E1 ഈക്വൽ ടു 0 ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E2 ഈക്വൽ ടു E1. എനർജി ഈക്വലായിരിക്കും. ഇനി ഫസ്റ്റ് ലോൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് when a closed system undergo thermodynamic cycle net heat transfer equal to net work transfer. അപ്പോൾ എന്താണ് ഇതിനകത്ത് സിസ്റ്റം എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും, നമ്മൾ കണ്ടതാണ്. സോ എന്താണ് ഇതിനകത്ത് ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഹീറ്റും വർക്കും എന്താണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ല. അടുത്ത എന്താണ് ഹീറ്റ് എനർജി ആൻഡ് മെക്കാനിക്കൽ വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടിബിൾ. മെക്കാനിക്കൽ വർക്ക് can be fully converted into heat energy but only a part of the heat energy can be converted into mechanical work എന്താ പറയുന്നത്? ഇപ്പോൾ ഈ രണ്ട് ഫോം ഓഫ് എനർജിയാണ് മെക്കാനിക്കൽ വർക്കും അതുപോലെ തന്നെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് നമുക്കൊരു മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്താണ് കംപ്ലീറ്റ്ലി ഹീറ്റാക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ എന്താണ് ഹീറ്റ് എനർജീനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് ലോൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് എന്താണ് ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. പക്ഷെ എന്താണ് അതിനകത്ത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇനി ഈ ഒരു അതായത് മ്യൂച്വലി ഇനി ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് PMM1 എന്ന് പറയുന്നത് പെർപെച്വൽ മോഷൻ മെഷീൻ. അപ്പോൾ PMM1 എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ പറയുന്നത് എന്താണ് കണ്ടിന്യൂസ്ലി വർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും വിത്തൗട്ട് എനി ഹീറ്റ് ഇൻപുട്ട് ഓർ എനി അതർ ടൈപ്സ് ഓഫ് എനർജി ഇൻപുട്ട്. എന്താണ് ഒരു എനർജി ഇൻപുട്ടും ഇല്ലാതെ എന്താണ് കണ്ടിന്യൂസ്ലി വർക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു മെഷീനാണ് പെർപെച്വൽ മോഷൻ മെഷീൻ എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത് PMM1 എന്ന് പറയുന്നത്. ഇനി വരുന്നത് സെക്കൻഡ് ലോ ആണ്. അപ്പോൾ സെക്കൻഡ് ലോക്ക് അറിയാമല്ലോ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, KPS സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്.
നമുക്ക് ചെറിയ ക്ലാസ് പഠിക്കാനുള്ള കീപ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എഞ്ചിൻ വർക്കിംഗ് ഓൺ എ സൈക്ലിക് പ്രോസസ് ഹോസ് sole purpose is to convert heat energy from a single thermal reservoir into equivalent amount of work. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ മെഷീൻ വിച്ച് വർക്കിംഗ് ഓൺ എ സൈക്ലിക് പ്രോസസ്. അതിൻ്റെ സോൾ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കൺവേർട്ട്. സോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റ് എനർജി ഇൻറ്റു എന്താണ്? ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് വർക്കാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. വിത്ത് സിംഗിൾ റിസർവോയർ. എന്താണ്? ഒരു റിസർവോയറാണ്, തെർമൽ റിസർവോയറാണ്. Q1 ഹീറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു എഞ്ചിൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? Q1 എമൗണ്ട് ഓഫ് വർക്കാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ഇപ്പോൾ Q1 ഈക്വൽ ടു എന്താണ്? W ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? ഇപ്പോൾ KP സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെ ഒരു ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതായത് സിംഗിൾ റിസർവോയർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്ന കംപ്ലീറ്റ് ഹീറ്റ് ഇൻപുട്ട് എന്താണ് വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട് എന്താണ് കംപ്ലീറ്റ് ഹീറ്റും എന്താണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലോക്ക് വേറെ പേരും കൂടി ഉണ്ട്. ലോ ഓഫ് ഡിഗ്രഡേഷൻ ഓഫ് എനർജി എന്ന് കൂടി പേരുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്, KP സ്റ്റേറ്റ്മെൻറ്റിന്. ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക്, അതായത് എഫിഷ്യൻസി ഓഫ് എന്താണ് ഈ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? വർക്ക് ബൈ ഹീറ്റ് ഇൻപുട്ട് ആകുമ്പോൾ എന്ത് വരും? 100% ആയിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. അപ്പോൾ ഈ ഒരു ലോ വയലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് PMM2 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്? കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? അതും പെർപ്പച്വൽ മോഷൻ മെഷീൻ തന്നെ, സെക്കൻഡ് കൈൻഡ് എന്നാണ് പറയുന്നത്. നേരത്തെ എന്താണ്? ഫസ്റ്റ് കൈൻഡാണ്. പെർപ്പച്വൽ മോഷൻ മെഷീനാണ് ഫസ്റ്റ് കൈൻഡ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇത് കംപ്ലീറ്റ് ഹീറ്റ് ഇൻപുട്ട് എന്തായിരിക്കും? വർക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്താണ്? 100% ആണ്. അപ്പോൾ നമുക്കെന്താണ്? അപ്പോൾ ഹീറ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് 2 റിസർവോയർ വേണം. ഇപ്പോൾ ഒരു തെർമൽ റിസർവോയർ, അതിൻ്റെ ടെമ്പറേച്ചർ TH ആയിട്ട് എടുക്കാം, അതായത് ഹൈ ടെമ്പറേച്ചറും. അതിൽ നിന്ന് Q1 ഹീറ്റ് എടുത്തു, ഒരു എഞ്ചിൻ വർക്ക് ഔട്ട്പുട്ട് നൽകും, ദാറ്റ് ഈസ് Q1. ദെൻ അതിൽ നിന്ന് എന്താണ്? Q2 ഹീറ്റ് ആണ് എന്ത് റിസർവോയർ 2 നൽകുന്നത്. സോ അതിൻ്റെ ടെമ്പറേച്ചർ TL ആയിട്ട് എടുക്കാം, അതായത് ലോ ടെമ്പറേച്ചർ. ദെൻ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് Q1 - Q2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത് എങ്ങനെയായിരിക്കും? Q1 അതായത് വർക്ക് എന്ന് പറയുന്നത് Q1 - Q2 ആണ്. Q1 - Q2 ബൈ Q1 ആണ് വരുന്നത്. സോ നമുക്ക് എന്താണ്? ഇതിനെ 1 - Q2 ബൈ Q1 എന്ന് എഴുതാം. ഇപ്പോൾ റിവേഴ്സിബിൾ കേസ് ആണെങ്കിൽ നമുക്ക് ഈ Q2 ബൈ Q1നെ T2 ബൈ T1 എന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുള്ള പോലെ അങ്ങനെ എഴുതാം, TL ബൈ TH എന്ന് എഴുതാം, റിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു പ്രൂഫായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. റിവേഴ്സിബിൾ എഞ്ചിൻ്റെയും റിവേഴ്സിബിൾ എഞ്ചിൻ്റെയും എഫിഷ്യൻസിയുടെ ഡിഫറൻസൊക്കെ, അല്ലെങ്കിൽ ഏതിനാണ് എഫിഷ്യൻസി കൂടുതലെന്നൊക്കെ. ഇനി നമുക്ക് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സെക്കൻഡ് ലോയിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്, അക്കോർഡിംഗ് ടു ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിംഗ് മെഷീൻ working in a cyclic process to transfer heat from a body lower temperature to a higher temperature without the aid of an external agency. In other words, heat flow itself from a cold body to hot body without the help of external agency. എന്താണ്? സിമ്പിളാണ്. അതായത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് എന്താണ്? ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് എന്താണ്? ഒരു മെഷീന് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഏജൻസി, അതായത് ഹീറ്റ് വർക്ക് ഇൻപുട്ട് ഇല്ലാതെ എന്താണ്? ഒരു റെഫ്രിജറേറ്ററാണെന്ന് വിചാരിക്കുക. ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് വർക്ക് ഇൻപുട്ട് ഇല്ലാണ്ട് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ നടത്താൻ സാധിക്കില്ല എന്നാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇവിടെ എന്താണ്? നമുക്ക് PMM2 വരുന്നുണ്ട്. ഹീറ്റ് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഇൻപുട്ട് ഇല്ലാതെ എന്താണ്? കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെഷീൻ. ഇനി നമുക്ക് എന്താണ്? ഇവരുടെ KP സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വാലൻറ്റ് അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. നമ്മളെന്ത് ചെയ്യാം? ഒരു ഹൈ ടെമ്പറേച്ചർ, അതായത് ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു റിസർവോയർ കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് എന്താണ്? നമ്മൾ Q1 ഹീറ്റ് എടുത്ത് ഒരു എഞ്ചിൻ എന്താണ്? സെയിം എമൗണ്ട്, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഇക്വാലൻസ് പ്രൂവ് ചെയ്യാനാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഒരു
ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു എൻജിൻ കൺസിഡർ ചെയ്യുക, PM2 കൺസിഡർ ചെയ്യുക. എന്താണ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, Q1 എമൗണ്ട് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് സിംഗിൾ റിസർവോയർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഒറ്റ റിസർവോയറിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. എന്താണ് ഒരു ഹീറ്റ് പമ്പ് കൺസിഡർ ചെയ്യുക. ആ ഒരു ഹീറ്റ് പമ്പ് ഈ വർക്ക് എടുക്കുന്നുണ്ട്. അതെന്താണ് ലോ ടെമ്പറേച്ചർ, അതായത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ Q2 ഹീറ്റാണ് എടുക്കുന്നത്. ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് Q2 ഹീറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഒരു ഹീറ്റ് പമ്പ് എന്താണ് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഇൻപുട്ടോട് റിജക്റ്റ് ചെയ്യുന്നത് എന്താണ് Q2 ഹീറ്റ് പ്ലസ് എന്താണ് ഈ ഒരു വർക്ക്, അതായത് എൻജിൻ്റെ ഔട്ട്പുട്ട് Q1 കൂടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇവിടെ ഈ ഒരു സിസ്റ്റം എന്താണ് എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഇല്ലാതെയാണ് ഈ ഒരു പ്രോസസ്സ്, അതായത് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഇതെന്താണ്, ഇത് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വയലേഷനാണ്. അപ്പോൾ നമ്മൾ KP സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് ആ ഒരു ഡിവൈസ് കൊടുത്തിട്ട് എന്താണ് ഒരു ഹീറ്റ് പമ്പ് വേറൊരു ഡിവൈസ് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിവൈസ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ KP സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിവൈസ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഏജൻസി സറൗണ്ടിങ്ങിൽ നിന്ന് എന്താണ് വർക്ക് ഇൻപുട്ടോ ഒന്നും ഇല്ലാതെയാണ് എന്ത് ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഈ ഒരു ഹീറ്റ് പമ്പ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഇനി നമുക്ക് എന്താണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താണ് ഇവിടെ ലോ ടെമ്പറേച്ചർ ആണ്, ഇവിടെ എന്താണ് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റ് പമ്പോ റെഫ്രിജറേറ്ററോ എന്താണ് ഒരു PM2 കൺസിഡർ ചെയ്യുക. എന്താണ് ഇത് Q2 എടുത്തിട്ട് എന്താണ് അതായത് ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് വിത്തൗട്ട് ആൻ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്ന ഒരു PM2 ആണ്. എന്താണ് സെയിം റിസർവോയറുകൾക്കിടയിൽ എന്താണ് വേറൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് Q1 ഹീറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു എഞ്ചിൻ എന്താണ് Q2 ഹീറ്റ് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, Q1 മൈനസ് Q2 ആണ് എന്ത് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് KP സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്തത്, മീൻസ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം എന്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്താണ് വർക്ക് ഇൻപുട്ട് ഇല്ലാതെ ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്ന ഒരു ഡിവൈസ് നമ്മൾ ഒരു PM2 കൺസിഡർ ചെയ്തു. ഇനി എന്താണ് സെയിം ടെമ്പറേച്ചർ റിസർവോയറുകൾക്കിടയിൽ എന്താണ് ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇൻപുട്ട് Q1 ഇൻപുട്ട് തന്നെയാണ് എന്ത് മീൻസ് ഹീറ്റ് പമ്പിൻ്റെ റിജക്ഷൻ, അതായത് PM2ൻ്റെ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് തന്നെയാണ് എന്ത് ഈ ഒരു എൻജിൻ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് എന്താണ് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് KP സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എന്താണ് ഹീറ്റ് പമ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. പക്ഷെ എന്താണ് ഇറ്റ് യൂസസ് ഓൺലി എ സിംഗിൾ റിസർവോയർ. എന്താണ് ഇത് KP സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഇത് പ്രൂഫാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വലൻസ് ഓഫ് KP സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.